തൃശ്ശൂരിൽ എനിക്കൊന്ന് പത്മജ വേണുഗോപാൽ ഏതെങ്കിലും ഘട്ടത്തിൽ എത്തുമോ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചിത്രത്തിൽ നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പത്മജ വേണുഗോപാൽ പിന്നിൽ തന്നെയാണ് നിയമത്ത് NDA അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ലീഡ് നിയമത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഒരിടത്ത് മാറിയത് എന്നറിയേണ്ടതുണ്ട്. ഏതായാലും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് മുന്നിലുള്ളത്. അവിടെ കാസർഗോഡും വലിയ പ്രതീക്ഷയുണ്ട്. കഴക്കൂട്ടം ഇപ്പോഴും NDA സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട്. LDF 65, UDF 68, NDA 4 എന്നുള്ളതാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്നതിലപ്പുറത്തേക്ക് കൃത്യമായി NDAക്ക് സംസ്ഥാനത്തൊരു ബേസ് ഉണ്ടാക്കി കൊടുത്തൊരു നേതാവ് കൂടിയാണ്. അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതും മറ്റു മാറ്റങ്ങൾ സംഭവിച്ചതുമൊക്കെ. എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദങ്ങൾക്കൊന്നും പോകാതെ വളരെ സൈലന്റായി വർക്ക് ചെയ്തൊരു നേതാവാണ് കെ സുരേന്ദ്രൻ. അതൊരു തന്ത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തുടക്കം മുതൽ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്തായാലും എവിടെയാണ് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു മാറ്റം സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് CP ജോൺ തന്നെയാണ് മുന്നിൽ നിന്ന്. തുടക്കം മുതൽ അദ്ദേഹമാണ്. PK ശ്യാമള തന്നെയാണ് ഇപ്പോഴും മുന്നിലുള്ളത്. LDF 66, UDF 67, NDA 4. ഇഞ്ചോടിന്റെ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്രയും ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിച്ചില്ല. വലിയൊരു ലീഡ് ഉണ്ടാകും. 100+ലേക്ക് പോകുന്നതാണ് UDF തന്നെയാണ് പ്രതീക്ഷ കാണുന്നത്. കൊച്ചിയിൽ വലിയ മുന്നേറ്റം. മുന്നിലുള്ളത് 66 എന്നുള്ളതാണ് LDFന്റെ കണക്ക്. 67, LDF 66, UDF 67. കണ്ണൂർ TO മോഹൻ തന്നെയാണ് മുന്നിലുള്ളത്. പേരാവൂരിൽ ഇതുവരെ KK ശൈലജ മുന്നിൽ വന്നിട്ടില്ല അല്ലേ? പുതുക്കാട് LDF, ചാലക്കുടി UDF, കൊടുങ്ങല്ലൂരിൽ UDF, പെരുമ്പാവൂരിൽ UDF, അങ്കമാലി UDF, ആലുവയിൽ UDF, കളമശ്ശേരി LDF. കളമശ്ശേരിയിൽ P രാജീവ് തുടക്കം മുതൽ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു ലീഡ് തുടക്കം മുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോട്ടയത്ത് UDF, പുതുപ്പള്ളിയിൽ UDF, ഏറ്റുമാനൂരും വൈക്കവും LDF, കടുത്തുരുത്തി UDF, പാലാ UDF. തഹ്ലിയ മുന്നിലായിട്ടുണ്ട്. വന്നിരുന്നു, പിന്നീട് TP രാമകൃഷ്ണനായിരുന്നു. ഫാത്തിമ തഹ്ലിയ മുന്നിൽ നിൽക്കുന്നു. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 68, LDF 65. കാസർഗോഡും മഞ്ചേശ്വരം ഇപ്പോഴും NDA തന്നെയാണല്ലേ? മുന്നിൽ തന്നെ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രനാണ് മുന്നിൽ നിൽക്കുന്നത്. കഴക്കൂട്ടം ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. NDA A ക്ലാസ് മണ്ഡലം എന്ന് സോർട്ട് ചെയ്തൊരു സ്ഥലമാണ് കഴക്കൂട്ടം. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയേണ്ടതുണ്ട്. നാട്ടികയിൽ ഗീതാ ഗോപിയാണ് മുന്നിൽ നിൽക്കുന്നത്. വള്ളിക്കുന്നൽ TV ഇബ്രാഹിം മുന്നിലുണ്ട്. രമേശ് തുടക്കം മുതൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. കുന്നത്തുനാളിൽ VP സജീന്ദ്രൻ പിന്നിലാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ തുടരുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. PV അൻവർ ഒരിടത്തും വലിയ ബെറ്റൊക്കെ ഉണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനൊക്കെ വന്നിട്ടില്ല. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനാണ് മുന്നിൽ. മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു MLA കൂടിയാണ് മാത്യു കുഴൽനാടൻ. കൊടുവള്ളിയിൽ PK ഫിറോസാണ് മുന്നിൽ നിൽക്കുന്ന. LDF 65, UDF 68, NDA 4 മുന്നിലുള്ളത്. വേങ്ങര ഈ പറഞ്ഞതുപോലെ തന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് KM ഷാജി മത്സരിക്കാൻ എത്തിയത്. വേങ്ങരയിൽ തന്നെയാണ് അവിടെ മുന്നിലുള്ള. തൃശ്ശൂരിൽ രാജൻ പല്ലൻ മുന്നിൽ. ചെറിയൊരു വ്യത്യാസമാണുള്ളത്. LDF 65, UDF 68 എന്നുള്ളതാണ്. NDA 5, 4 എന്നുള്ള കണക്കിൽ മാറി മറിയുന്നുണ്ട്. മട്ടന്നൂരിൽ LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരൊക്കെ ചർച്ചയായതാണ്. മട്ടന്നൂരിൽ നിന്ന് മാറ്റിയാണ് പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിച്ചത്. ഇരിങ്ങാലക്കുടയിൽ ബിന്ദു മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണല്ലേ മുന്നിലുള്ളത്? അതെ. കഴക്കൂട്ടത്ത് അതുപോലെ തന്നെ താനൂരിൽ PK നവാസാണ് മുന്നിൽ ഉള്ളത്. ഏറ്റുമാനൂരിൽ VN വാസവരാണ് മുന്നിലുള്ളത്. സജീവ് ജോസഫ് മുന്നിലായിട്ടുണ്ട്. തൃത്താലയിലാണ് MP രാജേഷ് മുന്നിൽ വന്നിട്ടേയില്ല. മന്ത്രിക്കൊരു വലിയ പോരാട്ടം നൽകുകയാണ് VT ബൽറാം. അങ്ങനെ ഒരു 69ലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. UDF LDF 64, NDA 4 എന്നുള്ള കണക്കാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.